പാർലമെന്റ് അതിക്രമത്തിലെ പ്രതികൾ സ്വയം തീകൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ്. ദേഹത്ത് പുരട്ടാൻ ക്രീം കിട്ടാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു. പിന്നീടാണ് സ്മോക്ക് സ്പ്രേകളുമായി എത്താൻ തീരുമാനിച്ചതെന്നും പോലീസ്. അതിനിടെ പ്രതികളുടെ ഫോണിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിലെ നാഗൌറിൽ നിന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഈ പ്രതികളെ സംബന്ധിച്ച് അവരുടെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ സ്വയം തീ കൊളുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, കസ്റ്റഡിയിലുള്ള 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഈ പ്രതികളുടെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അല്ലെങ്കിൽ അവർ ഈ ആക്രമണം നടത്താനായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഇട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അതുപോലെ തന്നെ ശത്രു രാജ്യങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ, അതുപോലെ ഈ പ്രതികൾ ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണോ എന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതികളുടെ നാടുകളിൽ അടക്കം പോയി വിശദമായിട്ടുള്ള പരിശോധന തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഒരു വിവരം ദില്ലി പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ പ്ലാൻ എ എന്ന് പറയുന്നത് ഈ പാർലമെന്റിനകത്ത് കയറി സ്വയം തീ കൊളുത്താനായിരുന്നു അവർ പദ്ധതി ഇട്ടിരുന്നത്. അതായത് പൊള്ളലേൽക്കാത്ത വിധത്തിൽ ദേഹം മുഴുവൻ ജെല്ലുകൾ തേച്ചതിന് ശേഷം തീ കൊളുത്താനായിരുന്നു പദ്ധതി. പക്ഷേ ഈ ജെൽ അല്ലെങ്കിൽ ഈ ക്രീം കിട്ടാതിരുന്നതിനാലാണ് ആ പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരികയും പിന്നീട് ഈ സ്മോക്ക് സ്പ്രേകളുമായിട്ട് അകത്ത് കയറി ഒരു ആക്രമണം നടത്താനുള്ള പദ്ധതി അവർ തുടങ്ങി വെക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുകയും ചെയ്തത്. അതായത് പ്ലാൻ എ, പ്ലാൻ ബി എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന തന്നെ അവർ നടത്തിയിരുന്നു എന്ന് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ പാർലമെന്റിനകത്ത് അല്ലെങ്കിൽ ലോക്സഭയിൽ കയറി ലഘുലേഖകൾ വിതറാനും അവർ പദ്ധതിയിട്ടിരുന്നു. അവരുടേതായ ആശയങ്ങൾ അത് ലോക്സഭയ്ക്കകത്ത് വിതറാനുള്ള പദ്ധതികളും അവർ ഇട്ടിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഇതിന്റെ മുഖ്യ സൂത്രധാരനായ ലളിത് ഷാ വ്യക്തമാക്കിയിരുന്നത് പ്രതികളുടെ എല്ലാം ഫോണുകൾ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞുവെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിലെ നഗൌറിൽ നിന്നും കണ്ടെത്തിയതായിട്ടും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് ഈ അവശിഷ്ടങ്ങളെല്ലാം അയക്കുകയും ചെയ്യും. എന്തായാലും ഇവരുടെ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉടൻ തന്നെ ഈ ആക്രമണം പുനരാവിഷ്കരിച്ച് ഇവർ എങ്ങനെ ഇതിനകത്ത് കയറി എങ്ങനെ ഈ ഒരു ആക്രമണം നടത്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രതികളുമായിട്ട് അവരെ നാട്ടിലടക്കം കൊണ്ടുപോയി ഇവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി പരിശോധനയും തെളിവെടുപ്പും നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനെ ലഘൂകരിക്കാനും നിസ്സാരവൽക്കരിക്കാനും ശ്രമം നടത്തുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുരക്ഷാ പരിശോധനയിലെ വീഴ്ചയായിട്ട് മാത്രം കണ്ട് ഈ വിഷയം നിസ്സാരവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. പ്രിയ, ശരി. പാർലമെന്റ് അതിക്രമത്തിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സ്വയം തീ കൊളുത്താൻ പദ്ധതി ഇട്ടിരുന്നതായി ദില്ലി പോലീസ് പറയുന്നു. ദേഹത്ത് പുരട്ടാൻ ഇവർക്ക് ക്രീം കിട്ടാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത്. വിശദാംശങ്ങളാണ് ജിൽബി നൽകിയത്.